അക്ഷരക്കൂട്ടൊരുക്കി അയൽപ്പക്ക വായനക്കൂട്ടങ്ങൾ. കൊളച്ചേരി പി കൃഷ്ണൻ നമ്പ്യാർ സ്മാരക LP സ്കൂൾ അക്ഷരദീപം വായനശാലയും കൊളച്ചേരി കലാഗ്രാമവും ചേർന്ന് സംഘടിപ്പിക്കുന്ന അയൽപ്പക്ക വായനക്കൂട്ടങ്ങൾ ശ്രദ്ധേയമാവുന്നു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊളച്ചേരി പി കൃഷ്ണൻ നമ്പ്യാർ സ്മാരക LP സ്കൂളിലെ അക്ഷരദീപം വായനശാലയും കൊളച്ചേരി കലാഗ്രാമവും ചേർന്ന് സംഘടിപ്പിച്ചു വരുന്ന അയൽപ്പക്ക വായനക്കൂട്ടങ്ങൾ ശ്രദ്ധേയമാവുന്നു. ഇക്കാരി ദാമപ്പ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ദേഹം സമ്മതിക്കുന്നില്ല. ഇന്നലെ കുറച്ചധികം നേരം കാട്ടിൽ ചെലവഴിച്ചപ്പോൾ ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞു തൂങ്ങുമെന്ന് വിചാരിച്ചതേയില്ല. നല്ല കേൾവിയുള്ള ശിക്കാരി കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നല്ല ഉശിരൻ കാട്ടുമൃഗങ്ങളെ വെടിവെച്ചു വീഴ്ത്തി നാട്ടുകാരുടെ മുന്നിൽ കാഴ്ചവെക്കാത്തവനെ കാട്ടിൽ കയറി വെടിവെച്ച മാത്രം കേൾപ്പിച്ച് എത്ര നാൾ പിടിച്ചു നിൽക്കാനാവും? ഇതിനകം 18 വായനാക്കൂട്ടങ്ങൾ നടന്നു കഴിഞ്ഞു. ഒരേ ദിവസം ഒരേ സമയം 6 ഇടങ്ങളിലായി വായനാക്കൂട്ടങ്ങൾ ചേർന്നു. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികൾ വായനാക്കൂട്ടങ്ങളിൽ അതിഥികളായി എത്തി. ലെനിൻ റോഡ് ഭാഗത്തെ ഒന്നാമത്തെ വായനാക്കൂട്ടത്തിന്റെ 18ാമത് ഒത്തുചേരൽ ആഷ്നയുടെ വീട്ടിൽ വെച്ചു നടന്നു. ആരാധ്യയുടെ അധ്യക്ഷതയിൽ കഥാകൃത്ത് കൊളച്ചേരി കനകാംബരൻ ഉദ്ഘാടനം ചെയ്തു. കഥ എഴുതുന്നതിനെ പറ്റി പറയുമ്പോൾ കഥ എന്ന് പറയുന്നത് ഭാവനയാണ്. ഭാവനയിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതിയാണ് കഥ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ആ ചുറ്റുപാടുള്ള മനുഷ്യർ, അവരുടെ ജീവിത രീതികൾ എല്ലാം കടന്നു വരും. പക്ഷേ അതേപോലെയല്ല വരിക. നമ്മൾ കാണുന്ന അതേപോലെ അതേ പേരും അതേ ഒരു മനുഷ്യൻ അതേപോലെ തന്നെ കൊണ്ട് കഥയിൽ വെക്കലല്ല. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ആ കഥാപാത്രത്തെ മാറ്റിയെടുക്കുകയും അയാളുടെ ചിന്തകളെയൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റി എഴുതുന്ന ഒരു ഭാവനയും കൂടി ചേർന്നുള്ള ഒരു എഴുത്താണ് കഥ എന്ന് പറയുന്നത്. ഷയാൻ, സാൻവിയ എന്നിവർ പുസ്തകം പരിചയപ്പെടുത്തി. സാൻവിയയും അൻവിയയും ചേർന്ന് കഥ വായിച്ചു. റിയ, മെഹറിൻ കവിത ചൊല്ലി. സന്മയ, ആയിഷ എന്നിവർ പാട്ടുകൾ പാടി. ആഷ്ന സ്വാഗതം പറഞ്ഞു. രണ്ടാമത്തെ വായനക്കൂട്ടത്തിന്റെ 18ാമത്തെ വായനക്കൂട്ടം ഭദ്ര ഷിജിത്തിന്റെ വീട്ടിൽ ചേർന്നു. 20 പേരാണ് പങ്കെടുത്തത്. ശ്രീനന്ദ അധ്യക്ഷത വഹിച്ചു. ചട്ടുകപ്പാറ സ്കൂളിലെ മലയാളം അധ്യാപകൻ CK അനൂപ് ലാലായിരുന്നു മുഖ്യാതിഥി. കുട്ടികളോട് കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും മാഷ് ഉദ്ഘാടന കർമ്മം മനോഹരമാക്കി. മാഷിന്റെ നർമ്മരസമൂറുന്ന കഥകൾ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി. കുട്ടികൾക്ക് സമ്മാനമായി കുഞ്ഞു പുസ്തകങ്ങളും നൽകി. MT വാസുദേവൻ നായരുടെ അനുസ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവൽ മഞ്ഞ് കുട്ടികൾക്കായി ജ്യോതി പരിചയപ്പെടുത്തി. തുടർന്ന് കുട്ടികൾ പാട്ടുകൾ പാടി. ദേവനന്ദ ആശംസയും സമിക സ്വാഗതവും അനുനന്ദ നന്ദിയും അറിയിച്ചു. സമിക സാജ്, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നു, പെരുമാച്ചേരി സ്കൂളിൽ. എനിക്ക് എപ്പോഴും വായനാക്കൂട്ടത്തിൽ വരാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വരാറുണ്ട്, മുടക്കാറില്ല. കുറേ അധികം പുസ്തകങ്ങൾ എനിക്ക് പരിചയപ്പെടാൻ പറ്റി വായനാക്കൂട്ടത്തിലൂടെ. നല്ലൊരു പരിപാടിയാണ്. കൊളച്ചേരി സെൻട്രൽ ഭാഗത്തെ 11ാമത്തെ വായനാക്കൂട്ടം അൻവിതിന്റെ വീട്ടിൽ വെച്ച് ചേർന്നു. 14 അംഗങ്ങളാണ് പങ്കെടുത്തത്. അൻവിതിന്റെ അധ്യക്ഷതയിൽ K രാമകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പുവിന്റെ സയൻസ് കോർണർ എന്ന പുസ്തകം പരിചയപ്പെടുത്തി. സാൽവിൻ, ശിവദേവ്, ഷിയോൺ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. അവനിക, നിഹാൽ എന്നിവർ പാട്ടുപാടി. അന്വയ് സ്വാഗതവും അനുഷ്ക നന്ദിയും പറഞ്ഞു. പാടിയിൽ വായനാക്കൂട്ടം സിന്ധുവിന്റെ വീട്ടിൽ വെച്ച് നടന്നു. 20 പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. എൻ്റെ പേര് അജിത് മനോജ്. ഞാൻ കുറച്ച് കാലമായി വായനാക്കൂട്ടത്തിൽ വരാൻ തുടങ്ങിയിട്ട്. ഈ വായനാക്കൂട്ടത്തിൽ അന്നേരം കുറേ ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങി. നല്ല ഉപകാരപ്പെട്ടു. എനിക്ക് കഥ, പ്രസംഗമൊക്കെ, സ്പീച്ചൊക്കെ സ്കൂളിൽ നടത്താൻ കഴിഞ്ഞു. ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ വേഗം ഏറ്റെടുത്ത് അതൊക്കെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ ഈ വായനാക്കൂട്ടത്തിൽ നിന്നുണ്ടായി. കൊളച്ചേരി കനകാംബരൻ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. കുട്ടികളോട് അവർ വായിച്ച പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു. അതിഥി മനോജ് സ്വാഗതവും നേത്ര നന്ദിയും പറഞ്ഞു. കരിയൽ വയൽ വായനാക്കൂട്ടം സന്ധ്യയുടെ വീട്ടിൽ വെച്ചു ചേർന്നു. 16 പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രഥമാധ്യാപകൻ VV ശ്രീനിവാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പുസ്തകം പരിചയപ്പെടുത്തി കൊടുത്തു. കുട്ടികളെ കൊണ്ട് കഥകൾ വായിപ്പിച്ചു. വായനാക്കൂട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷിതാക്കളെയും കുട്ടികളെയും ബോധ്യപ്പെടുത്തി. വായനാക്കൂട്ടങ്ങൾ വഴി കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു. വിദ്യാർത്ഥി സ്വാലിഹ
കഥയുടെ ആസ്വാദനം വളരെ മനോഹരമായി അവതരിപ്പിച്ചു. സാൻവിയ ഷിജിൽ അധ്യക്ഷത വഹിച്ചു. വിഘ്നേശ്വർ സ്വാഗതവും അനുഗ്രഹ് നന്ദിയും പറഞ്ഞു. ഊട്ടുപുറത്തെ 15ാമത്തെ വായനാക്കൂട്ടം ടണൽ ചിൽഡ്രൻസ് ലൈബ്രറിയിൽ വെച്ച് നടന്നു. ശിവന്യ ഷാജി അധ്യക്ഷത വഹിച്ചു. അമന്യ ഷാജി പുസ്തകം പരിചയപ്പെടുത്തി. ധ്രുപദ്, അൻവിക എന്നിവർ ആസ്വാദനക്കുറിപ്പ് അവതരിപ്പിച്ചു. ഒരു കശുവണ്ടിയും 2 കുട്ടികളും എന്ന കഥയുടെ വായനാക്കുറിപ്പാണ് ഞാൻ എഴുതിയത്. കശുവണ്ടിക്ക് വേണ്ടി 2 കുട്ടികൾ വഴക്കിടുന്ന കഥയാണിത്. അതിൽ മൂന്നാമതൊരാൾ ഇടപെടുകയും അവർ തമ്മിലുള്ള വഴക്ക് തീർക്കാതെ അയാൾ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. ഈ കഥയുടെ ഗുണപാഠമാണ് 2 പേർ വഴക്കിടുമ്പോൾ മൂന്നാമൻ നേട്ടമുണ്ടാകും. കൊച്ചുമിടുക്കി ദിവ ആംഗ്യപ്പാട്ട് പാടി. അൻവിക കവിത ചൊല്ലി. പ്രിയ ആശംസ അറിയിച്ചു. നിപുണ വായനാക്കൂട്ടത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു. കൂടുതൽ വായിപ്പിക്കാനും പിന്നെ വായനാക്കുറിപ്പുകൾ എഴുതാനും സഹായിച്ചു. കുറെ വായിക്കാൻ പറ്റി ഇതിലൂടെ. പിന്നെ ഇവിടെയാണ് ഈ ടണൽ ബാലവേദിയിലാണ് നടക്കാറുള്ളത്, വായനാക്കൂട്ടം നടക്കാറുള്ളത്. അൻവിക സ്വാഗതവും ധ്രുപദ് നന്ദിയും പറഞ്ഞു. കഥകളും പാട്ടുകളുമായി ഓരോ ഇടങ്ങളിലും കൊളച്ചേരി EP കൃഷ്ണൻ നമ്പ്യാർ സ്മാരക LP സ്കൂളിന്റെ നേതൃത്വത്തിൽ വായനാക്കൂട്ടങ്ങൾ തുടരുകയാണ്. കൂട്ടം എന്ന് പറയുന്നത് കൊണ്ട് നല്ല കുട്ടികളിൽ നല്ല നമ്മളെ ഇപ്പം വായിച്ചിട്ട് ആസ്വാദനക്കുറിപ്പ്, വിശകലനക്കുറിപ്പ് അങ്ങനെയെല്ലാം പറയുമ്പോൾ അവർ സ്വയം ചിന്തിച്ചിട്ട് എഴുതാനും പിന്നെ ഓരോ എഴുത്തുകാരെ കുറിച്ചിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു താല്പര്യം കാണുന്നുണ്ട്. പിന്നെ നമ്മളെ സമയത്ത് നമുക്കിങ്ങനെ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. അവർക്ക് ഇൻട്രസ്റ്റ് വന്ന് അവർ വായിച്ചതിനെ കുറിച്ചിട്ട് അവരെന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു ആസ്വാദനം അവരുടേതായ രീതിയിൽ അവരെ ഓൺ വേർഡ്സിൽ എഴുതാറുണ്ട്. നമ്മൾ സ്കൂളിൻ്റെ ഭാഗമായിട്ട് 6 കേന്ദ്രങ്ങളിലായിട്ട് വായനാക്കൂട്ടം നടത്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വായനാക്കൂട്ടത്തിൻ്റെ ഇന്ന് 18ാമത്തെ വായനാക്കൂട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതുകൊണ്ട് വളരെ അധികം മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്ക് നമ്മളെ വായനാക്കൂട്ടത്തിൽ കുട്ടികളെല്ലാം പതിവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനയിൽ കുറച്ച് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലായാലും കുറച്ച് പിന്നോക്കമുള്ള കുട്ടികളുണ്ടെങ്കിലും അവർക്കിതിൽ വായനാക്കൂട്ടത്തിന് വന്നതിന് ശേഷം എല്ലാം വായിക്കാനും അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം നല്ല രീതിയിൽ കഴിയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊളച്ചേരി.